നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ചാണ്. മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് മെനിഞ്ചൈറ്റിസ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും അതായത് സ്പൈനൽ കോഡിനെയും ആവരണം ചെയ്യുന്ന 3 ലെയറുള്ള ഒരു ആവരണമാണ് മെനിഞ്ചസ്. ഈ ആവരണത്തിന് വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കത്തെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് പ്രധാന ലക്ഷണങ്ങൾ? ചെറിയ കുഞ്ഞുങ്ങളിലാണെങ്കിൽ പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ട്, എപ്പോഴും കരച്ചിൽ, അസ്വസ്ഥത, ഉറക്കമില്ലാത്ത അവസ്ഥ, അതികഠിനമായ പനി. കുട്ടികളാകുമ്പോൾ തലവേദനയുടെ കാര്യം പറയില്ലല്ലോ, അല്ലാതുള്ള അസ്വസ്ഥതകളൊക്കെ കാണും. മുതിർന്ന കുട്ടികളാണെങ്കിൽ നമ്മളോട് പറയും. ആ മുതിർന്ന കുട്ടികൾ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും അവഗണിക്കാറുണ്ട്. വെറുതെ വിക്സൊക്കെ പുരട്ടി ഡോളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ മറ്റ് മരുന്നുകളൊക്കെ കൊടുത്ത് നമ്മൾ അതിനെ നീട്ടിക്കൊണ്ടുപോകും. ഈ തല കുനിക്കുവാനും പ്രകാശത്തിലേക്ക് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണണം. അതിന് അമാന്തിക്കരുത്. ഈ രോഗം എങ്ങനെ പകരുമെന്ന് നോക്കാം. ബാക്ടീരിയ മൂലമുള്ള രോഗാവസ്ഥയിൽ പലപ്പോഴും രോഗിയുമായിട്ട് അടുത്ത അവസ്ഥയിൽ ചുമയിലൂടെയൊക്കെ നമുക്ക് അടുത്തിടപെടുമ്പോൾ പകരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ കൈമാറുക, പാത്രങ്ങൾ കൈമാറുക, ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക, ഒരേ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുക, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ രോഗം പകരുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇതെങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമുക്ക് നോക്കാം. മുതിർന്നവരിലും കുട്ടികളിലൊക്കെ ഇതിന് പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ട്. അത് സമയാസമയങ്ങളിൽ കുത്തിവയ്പ്പുകൾ മറക്കാതെ നീട്ടിവെക്കാതെ അത് എടുക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും എല്ലാം മൂക്കും വായും പൊത്തിപ്പിടിക്കുക. കൈകളിടയ്ക്ക് സോപ്പിട്ട് കഴുകുക. മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണിക്കണം. അത് ഒരു കാരണവശാലും നീട്ടിക്കൊണ്ടുപോകരുത്. പിള്ളേർ പറയുമ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും വീട്ടിൽ മാതാപിതാക്കളാണെങ്കിലും വെറും തലവേദനയായിട്ട് അതിനെ തള്ളിക്കളയരുത്. ചില കുട്ടികൾ പറയും കുഞ്ഞിരുന്ന് എഴുതുമ്പോൾ കഴുത്ത് വേദനിക്കുന്നു. ആ വേദനയല്ല പറയുന്നത്. മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തെ നമ്മൾ നേരത്തെ കണ്ടെത്തുകയും അതിനു വേണ്ട ചികിത്സകൾ നടത്തുകയൊക്കെ ചെയ്താൽ നമുക്ക് വലിയ അപകടകരമായ അവസ്ഥയിൽ നിന്നും പ്രത്യാഘാതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അതിന് നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണം. നല്ല സാഹചര്യത്തിലായിരിക്കണം നമ്മുടെ ജീവിതാവസ്ഥ. വൃത്തിഹീനമായ പരിസരങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. പനിയോ തലവേദനയോ ഒക്കെ കണ്ടാൽ ഉടനെ തന്നെ വിദഗ്ധനായ ഡോക്ടറെ കാണുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത്തരത്തിലുള്ള അവസ്ഥ കാണുകയാണെങ്കിൽ വെറും പനിയും തലവേദനയായിട്ട് കരുതാതെ വിദഗ്ധനായ ഡോക്ടറെ കാണിക്കുക. ആ സമയത്ത് പ്രകൃതി ചികിത്സയോ മറ്റു ചികിത്സാ മാർഗങ്ങളിലേക്ക് പോകാൻ ഇടവരുത്തരുത്. ഇത് എമർജൻസി ആയിട്ട് കണ്ടുകൊണ്ട് വേണം നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യുക. പ്രകൃതി ചികിത്സയൊക്കെ ഈ സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു സഹായ ഘടകമാണ്. അതായത് നല്ല ശക്തമായ പനിയുള്ള സമയത്ത് നനഞ്ഞ തുണി ഉപയോഗിച്ച് ശരീരം മേലാകത്ത് തുടയ്ക്കാം. ജ്യൂസായിട്ട് നമുക്ക് പഴച്ചാറുകൾ കൊടുക്കാം, ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം, ചെറിയ കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാം. അതുപോലെ ചില സപ്പോർട്ടീവ് മെഡിസിനായിട്ട് നമുക്കിത് കരുതാം. മറ്റേത് തരത്തിലുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുന്നവരാകട്ടെ ഫോളോ ചെയ്യുന്നവരാകട്ടെ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് അലോപ്പതി ചികിത്സയാണ് ഏറ്റവും ഫലപ്രദം. ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടടുത്ത് ആൻറ്റിബയോട്ടിക് കൊടുക്കുക. വേണ്ട മെഡിസിന് കൃത്യസമയത്ത് കൊടുത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ, അതിനെ നിയന്ത്രിക്കാൻ, ആ രോഗാവസ്ഥയിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നമുക്ക് കഴിയും. ഇതിനായിട്ട് ഈ വീഡിയോ ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.